ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമ്മൾ പറയും പലപ്പോഴും, ഞാനൊരു ഭക്തനാണ്, അല്ലെ ഭക്തയാണ്, കൃഷ്ണഭക്തയാണ്, അല്ലെങ്കിൽ ശിവഭക്തനാണ് ഒക്കെ പറയും. എപ്പോഴാണ് നമ്മളിതിങ്ങനെ പറയുന്നത്? നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ ഭഗവാനുണ്ട്. കൃഷ്ണൻ എന്ന രൂപത്തിൽ, ശിവൻ എന്ന രൂപത്തിൽ, അല്ലെ നാം ആചരിക്കുന്ന അയ്യപ്പൻ എന്ന രൂപത്തിൽ. നമ്മൾ രൂപത്തിനും നാമത്തിനുമാണ് വ്യത്യസ്തമായ പേരുകൾ കൊടുത്തിരിക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? സാക്ഷാൽ ശ്രീ ഭഗവാനുണ്ട്. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ജീവിതത്തിൽ കടന്നു വരും. ആരും സഹായിക്കാനില്ലാത്ത ദുർഘട സന്ധികളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകട നിമിഷങ്ങളിൽ അതിൽ നിന്ന് വളരെ ആരോ കൈപിടിച്ചുയർത്തിയതുപോലെ രക്ഷപ്പെടുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ മരണത്തോട് മല്ലിടുന്ന ഭീകരമായ അസുഖങ്ങൾ, അതിൽ നിന്ന് രക്ഷ പ്രാപിച്ച അവസരങ്ങൾ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ആ അവസരങ്ങളിലാണ് നമ്മളിപ്പോൾ പറയൂ, ഈശ്വരൻ ഭഗവാന്റെ അനുഗ്രഹം എന്തുകൊണ്ടാണെന്ന് എനിക്ക് അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നത്? നമ്മളിരിക്കുന്ന, എല്ലായ്പ്പോഴും ഇരിക്കുന്ന ചൈതന്യം നമ്മെ ആ അവസരത്തിൽ രക്ഷപ്പെടുത്തി. അപ്പോൾ നാം അതിനുശേഷമാണ് മനസ്സിലാക്കുന്നത്, എന്നിലൊരു ശക്തിയുണ്ട്, അതും എന്നിലാണെന്ന് തിരിച്ചറിയാൻ പിന്നെയും കാലങ്ങൾ താണ്ടേണ്ടി വരും. എന്നെ ഒരു അദൃശ്യമായ ഒരു ശക്തി, ഞാൻ വിളിക്കുന്ന കൃഷ്ണൻ എന്ന പേരിൽ, അയ്യപ്പൻ എന്ന പേരിൽ, ശിവൻ എന്ന പേരിൽ, വിഷ്ണു എന്ന പേരിലൊക്കെ ഞാൻ വിളിക്കുന്ന ശക്തി, അല്ലെ ദേവി എന്നെ രക്ഷിച്ചു എന്ന് നമ്മൾ പറയും. പക്ഷേ ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഉള്ള ശക്തിയാണ്. ശരീരം ദേവിയാൽ സൃഷ്ടിക്കപ്പെടുന്നു, അതിനുള്ളിലിരിക്കുന്ന ആത്മാവ് ഭഗവാൻ തന്നെയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ചരാചരങ്ങളുടെയും ഉള്ളിൽ ഭഗവാൻ നിലനിൽക്കുന്നു. എല്ലാ മതസ്ഥരും, അപ്പോൾ തോന്നും ഇസ്ലാം, ക്രിസ്ത്യൻ, പാഴ്സി, സിഖ് ഇവരൊക്കെ വേറെ വേറെ ആണല്ലോ ഭഗവാനെ വിളിക്കുന്നതെന്ന്. അവരുടെ ഉള്ളിലെല്ലാം കൃഷ്ണനുണ്ടോ, അല്ലെങ്കിൽ ശിവനുണ്ടോ, അയ്യപ്പനുണ്ടോ? ഉണ്ട്. അവർ വേറെ നാമങ്ങളിൽ വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരുടെയും ഉള്ളിൽ എല്ലാവരെയും സൃഷ്ടിച്ച, എല്ലാറ്റിൻ്റെയും ഉടമയായ, നമ്മുടെ എല്ലാറ്റിൻ്റെയും ഉടമ, അല്ല നമ്മുടെ സ്വത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ജീവൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും ഉടമയായ, ഈ ഭൂമിയിലുള്ള എല്ലാ മതസ്ഥരുടെയും, മതം മനുഷ്യരുണ്ടാക്കിയതല്ലേ. ഭഗവാൻ സൃഷ്ടിച്ചത് മനുഷ്യരെന്ന വിഭാഗത്തെയാണ്. ആ വിഭാഗത്തിലുള്ളവരെയും സസ്യങ്ങളെയും ജന്തുവർഗങ്ങളെയും ഇവിടെ കാണുന്ന ഭൂരൂപങ്ങളെയും എല്ലാം, ഇവിടെ എന്താണോ ഇവിടെ നമുക്ക് ദൃഷ്ടി ഗോചരമായിട്ടുള്ളതും ഗോചരമല്ലാത്തതും, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതും കഴിയാത്തതുമായ ഇവിടെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെല്ലാം ഭഗവാൻ തന്നെയാണ്. എല്ലാറ്റിൻ്റെയും ആദ്യത്തെ ഉടമ ഭഗവാനാണ്. നമ്മൾ ഭാഗവതം പഠിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. ആദ്യം ഇവിടെ ഉണ്ടായത് എന്താണ്? എല്ലാവർക്കും സംശയമാണ്. ഭക്തിയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ചോദിക്കും, ആദ്യം ഇവിടെ എന്തുണ്ടായി, എങ്ങനെയുണ്ടായി, ഇവിടെ അങ്ങനെ എങ്ങനെയൊക്കെ ശാസ്ത്രീയമായ കുറേ ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, ആദ്യം ഉണ്ടായത് എന്താണ്, അതിൽ നിന്ന് പിന്നെ എന്തൊക്കെയുണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായി ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃതീയ സ്കന്ധത്തിൽ, മൂന്നാമത്തെ സ്കന്ധത്തിൽ എങ്ങനെയാണ് ഇവിടെ ഓരോ പ്രളയത്തിന് ശേഷവും, ആ കൽപ്പാന്തത്തിലെ ആ മഹാപ്രളയത്തിന് ശേഷം എങ്ങനെയാണ് ഓരോ പ്രാവശ്യവും ബ്രഹ്മദേവനാൽ ഭഗവാൻ സൃഷ്ടിക്കപ്പെടുന്ന സർവചരാചരങ്ങളുടെയും ആ ഘടന അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾക്കതൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊന്നും പാരായണം ചെയ്യുകയോ അതിൻ്റെ തത്വങ്ങൾ അറിയുകയോ ചെയ്യാത്തത് കൊണ്ടാണ്, അജ്ഞതയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാത്തത്. അജ്ഞതയിൽ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൗതികമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി മാത്രം മനുഷ്യൻ കിടന്ന് നെട്ടോട്ടം ഓടുന്നു. നമ്മൾ ഭൂമിയിൽ ജനിച്ചത് തന്നെ ആഹാരം കഴിക്കുവാനും മറ്റു കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ജീവിതചക്രങ്ങൾ പൂർത്തിയാക്കാനും മാത്രമാണ്. അതായത് ശരീരം കൊണ്ട് നേടേണ്ടതെല്ലാം നേടുവാനുള്ള ഒരു ആവശ്യകതയുടെ പേരിലാണ് ഇവിടെ ജനിച്ചത് തന്നെ എന്നാണ് മനുഷ്യരോരോരുത്തരും ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയും ഒരു ദിവസം ഞാൻ ഈ ശരീരം കൊണ്ട് നേടിയതും
ഇവിടെ വെട്ടിപ്പിടിച്ചത് ഒന്നും സ്ഥായിയായിരുന്നില്ലല്ലോ എന്ന ഒരു യഥാർത്ഥ സത്യം, ഒരു വലിയ സത്യം അവർ മനസ്സിലാക്കുന്ന ഒരു ദിവസമുണ്ടാകും. അതിനുശേഷം എല്ലാവരും ആ മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിയും എന്തിനാണ് ഞാൻ ജനിച്ചത്, അല്ലെ എന്താണ് എൻ്റെ യഥാർത്ഥ സന്തോഷം, യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥിരമായി ഉള്ളത് എന്ത് എന്നുള്ള തിരിച്ചറിവിലേക്ക് തന്നെ വരും. അതിലൂടെ കടന്നു പോയാൽ മാത്രമേ ആ ഭഗവൽ സന്നിധിയിലെത്തുവാനും യഥാർത്ഥത്തിൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തുവാനും കഴിയൂ. കണ്ടിട്ടില്ലേ നമ്മൾ പല ക്ഷേത്രങ്ങളിലൊക്കെ ദൂരെ നിന്ന് വരുമ്പോൾ ധാരാളം ആൾക്കാരുടെ ക്യൂ കാണും. പക്ഷെ അതിനോട് അടുത്ത് വരുമ്പോൾ ഒരൊറ്റ ക്യൂ ആയിട്ടായിരിക്കും കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും പല മാർഗങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും സമ്പത്തിന് വേണ്ടിയും അധികാരങ്ങൾക്കൊക്കെ വേണ്ടിയൊക്കെ നമ്മളെല്ലാം ജീവിക്കുന്നു. ചിലർ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി ജീവിക്കുന്നു. അതിനുവേണ്ടി പല പല മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. എവിടെ എങ്ങനെ സഞ്ചരിച്ചാൽ യഥാർത്ഥത്തിലുള്ള തത്വം അറിയാം, പരമമായ മോക്ഷത്തിലെത്തും, അങ്ങനെ സഞ്ചരിക്കുന്നവർ ജ്ഞാനമാർഗത്തിലും കർമ്മമാർഗത്തിലും അങ്ങനെ ധാരാളം കാര്യങ്ങളിൽ ഇതിലൊന്നും പെടാതെ അവനവൻ അന്നത്തേക്കുള്ള അന്നത്തിനുള്ള മാർഗം തേടി അത് കഴിച്ച് സുഖമായി ഉറങ്ങുന്നവരും ഉണ്ട്. എല്ലാം അത് മൃഗങ്ങളെ പോലെ ജീവിക്കുന്നവർ, മൃഗങ്ങൾക്ക് അത്രയേ ഉള്ളൂ. അവർക്ക് ആഹാരം കഴിക്കുക, ഉറങ്ങുക, മൈഥുനം, ഇത് മാത്രമേ അവരുടെ ചിന്തയിലുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യരും ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന മനുഷ്യരുണ്ട്. പക്ഷേ എല്ലാവരിലും അവസാനം ഈ പല പല നിരകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചാലും അവസാനം ആ ഒരൊറ്റ ക്യൂവിലൂടെയാണ് പുറത്ത് കടക്കേണ്ടത്, അല്ലെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ടത്. അത് ഏതാണ് അവസാനത്തെ ആ ക്യൂവ്? ആ ഭഗവാനെ യഥാർത്ഥത്തിൽ എന്താണ് ഭഗവാൻ എന്നറിയേണ്ട ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള തത്വം, അതിലേക്കുള്ള വഴികളാണ് നാം വായിക്കുന്ന ഗ്രന്ഥങ്ങൾ, പാരായണം ചെയ്യുന്ന ഗ്രന്ഥങ്ങളെല്ലാം. അതിലേറ്റവും ശ്രേഷ്ഠമായ ഭഗവാൻ തന്നെ നമുക്ക് സാരോപദേശങ്ങൾ കഥാരൂപത്തിൽ പറഞ്ഞു തന്ന ഇതാണ് ജീവിതത്തിലെ യഥാർത്ഥ ധർമ്മം. ഇതുകൂടി നിങ്ങൾ ആചരിക്കൂ. നിങ്ങൾ മനുഷ്യരായിട്ട് ഭൗതിക ജീവിതത്തിൽ നിരന്തരം മുഴുകുമ്പോൾ ആ മുഴുകുന്നതിനുള്ള എനർജി നിങ്ങൾക്ക് തരുന്നത് ഞാനാണ്. ആ ശരീരവും ആ ശരീരത്തിലിരിക്കുന്ന ആത്മബോധവും എല്ലാം ഞാൻ തന്നെയാണ്. ഞാനിവിടെ നിങ്ങളിൽ പ്രകാശിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു കർമ്മവും ചെയ്യാൻ കഴിയില്ല എന്ന പരമമായ സത്യം ഭഗവാൻ ഭാഗവതത്തിലൂടെ തരുന്നു. അതിൽ ഉപരിയായി മഹാഭാരതത്തിൻ്റെ ഒത്ത മധ്യത്തിൽ നിലനിൽക്കുന്ന ഭഗവത്ഗീതയിലൂടെയും ഭഗവാന്റെ വാക്കുകളിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സമയമില്ല. ഇതൊന്നും അറിയുവാനുള്ള സമയമില്ലാതെ നമ്മൾ അജ്ഞതയിലൂടെ ഇങ്ങനെ ജീവിച്ച് ഓട്ടപ്രദക്ഷിണം നടത്തി ശരീരം കുഴഞ്ഞു ഒരു നാൾ നമ്മൾ എവിടെയെങ്കിലും വീണ് കിടക്കുമ്പോൾ ഞാൻ എന്തിനാണ് ജീവിച്ചത്, എന്തുവായിരുന്നു ഇത്രയും നാൾ നേടിയെടുത്തത്, എന്ത് നേടിയെടുത്തിട്ട് എന്ത് ഫലം എന്ന ചിന്തയിൽ ആരോഗ്യം നഷ്ടപ്പെട്ട ഏതൊരു വ്യക്തിക്കും തോന്നും. അത് അവസാനമല്ല, ഇപ്പോഴായിരുന്നാലും ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് ബെഡിൽ തന്നെ കിടക്കുന്ന ഒരു വ്യക്തിക്ക് മാനസിക പരിവർത്തനമുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിട്ടൊരു പരിവർത്തനമല്ല യഥാർത്ഥത്തിൽ ബോധമുള്ളവർ, ബുദ്ധിയുള്ളവർ, ജ്ഞാനമുള്ളവർ ചെയ്യുന്നത്. ഈ ഭൗതികമായ ശരീരത്തിന് എന്തെല്ലാം സുഖം കൊടുത്താലും എന്നാലും ഒരു മതി, എന്നാലും ഒരു തൃപ്തിയില്ലാത്ത ഒരു അവസ്ഥ വരുന്നത് എപ്പോഴും ആത്മബോധത്തിലേക്ക് എത്തുവാനുള്ള ഒരു സൂചനയാണ്, ഒരു ഹിൻ്റാണ്. അത് മനസ്സിലാക്കി നമ്മളിലിരിക്കുന്ന ആത്മാവിനെയും ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ ഭഗവത് സേവനത്തിലൂടെ, ഭഗവാനോടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തെ സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഏതൊരു വ്യക്തിയിലും ഭഗവാനുണ്ട്. ഏതൊരു വ്യക്തിയിലല്ല, ഏത് ജീവജാലങ്ങളിലും ഭഗവാനുണ്ട്. കാരണം ഭഗവാന്റെ വിരാട് സ്വരൂപമാണ് ഇവിടെ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ. ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാന്റെ ശരീരമാണ്. ആ ശരീരത്തിലെ ഒരു ഭാഗമാണ് നമ്മളും, ഒരു പൊട്ടോളമുള്ള നമ്മളും. അപ്പോൾ ആ ഒരു തത്വം നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങുന്നത് ഈ ധർമ്മബോധത്തിലൂടെയുള്ള ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ മാത്രമാണ്. എനിക്ക് പരിചയമുള്ള ഒരാൾ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിന്ന അവസരത്തിൽ, അവിടെ നിന്ന് എന്തോ ചെയ്യുന്ന അവസരത്തിൽ വളരെ ഉയരത്തിലുള്ള ആ തെങ്ങിൽ നിന്ന് ഒരു വലിയ തേങ്ങ വീണ് അദ്ദേഹത്തിൻ്റെ ശിരസിലേക്കാണ് വന്നടിച്ചത്. പക്ഷെ അപ്പോൾ അതിൻ്റെ ശക്തി കൊണ്ട് തെറിച്ച് വീണു എങ്കിലും
അദ്ദേഹത്തിന് പിന്നീട് സ്കാൻ ചെയ്യുവാനും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ല. കണ്ടു നിന്നവരൊക്കെ വളരെ ദയനീയമായിട്ട് വിലപിച്ചു. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അതുപോലെ ശക്തമായ രീതിയിലുള്ളൊരു പ്രഹരമായിരുന്നു അത്രയും ഉയരത്തിൽ നിന്ന്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. സത്യത്തിൽ വളരെ ചെറുപ്പക്കാരനായ ചെറിയ 2 കുട്ടികളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒന്നും സംഭവിക്കാതെ ഇരുന്നത് എത്രയോ ആശ്ചര്യമായിട്ട് തോന്നി. സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ആപത്താണ് സംഭവിക്കുന്നത് നമുക്ക് ഊഹിക്കുന്നതിനപ്പുറം ആകാം. പക്ഷേ ഇത് അദ്ദേഹത്തിന് യാതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അന്നു മുതൽ അദ്ദേഹം ഭഗവാന്റെ പരമഭക്തനായി മാറി. അങ്ങനെ സ്ഥിരമായ ഒരു ക്ഷേത്രത്തിൽ, ഭഗവാന്റെ ഒരു ക്ഷേത്രത്തിൽ ഞാൻ ആ വ്യക്തിയെ കണ്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ ഇടവന്നപ്പോഴാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം എന്നോട് ഷെയർ ചെയ്തത്. ഇതുപോലെ ഓരോരുത്തർക്കും അത്ഭുതകരമായി രക്ഷ ഭഗവാൻ കൊടുക്കുമ്പോൾ ആ ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ എന്നേ നോക്കി വെച്ചിട്ടുള്ളവർക്കാണ് ഇങ്ങനെയുള്ള രക്ഷകൾ കൊടുക്കുന്നത്. കാരണം ഏതൊക്കെയോ ജന്മത്തിൽ നാം ഭഗവാനെ നോക്കിയിട്ടുണ്ട്, ഭഗവാനെ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഒരു പ്രാവശ്യം ഭഗവാനെ നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ നോക്കിയാൽ, ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ അത് ഏത് ജന്മം കഴിഞ്ഞാലും ആ ഒരു രക്ഷ നമ്മുടെ പിന്നാലെ വരും. അല്ല, നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വൃഥാവിലായി പോയല്ലോ, എന്നെ ഭഗവാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഞാൻ ഇതൊക്കെ ഇത്രയും ഒക്കെ സമയം വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു, ഭഗവാന്റെ മുമ്പിൽ നാമജപങ്ങൾ നടത്തുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു, നിത്യവും ദീപം തെളിച്ച് വേണ്ട കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു, എങ്കിലും എന്നോട് ഭഗവാൻ ഒന്നും എനിക്ക് അനുകൂലമായി ചെയ്യുന്നില്ലല്ലോ എന്ന് വ്യസനിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഒത്തിരി മനസ്സുകളുണ്ടാവും. അതെല്ലാം ആ ചെയ്യുന്ന ഒരു കർമ്മവും പാഴാവുകയില്ല. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് ഭഗവാൻ നമ്മുടെ മനുഷ്യരുടെ ഒരു സമയത്തിൻ്റെ ഒരു കാലയളവ് വെച്ചാണ് നമ്മൾ ഓരോന്നും കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സമയം മനുഷ്യരുടെ സമയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ സമയ വ്യത്യാസമൊക്കെ ഞാൻ മുൻപുള്ള വീഡിയോകളിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനനുസരിച്ചാണ് നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ നമുക്ക് അനുകൂലമാകുന്നതും പ്രതികൂലമാകുന്നതും. അതിനൊരു ടൈം സ്പേസ് ഉണ്ട്. ആ സമയമാകുമ്പോൾ നാം ചെയ്തിട്ടുള്ള ഒരു ദിവസം ഭഗവാനെ പൂജിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നേരം ഭഗവാന് വേണ്ടി സമയം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു സത്കർമ്മം നമുക്ക് വേണ്ടി ചെയ്തിരിക്കും, നമുക്ക് വേണ്ടി ഒരു രക്ഷ ഭഗവാൻ അവിടെ ചെയ്തിരിക്കും. അതിലൊരൊട്ടും സംശയം വേണ്ട. അപ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഉടൻ ഫലം കിട്ടുന്നില്ലല്ലോ എന്ന് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എവിടെയാണ് ഈ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? തിരിച്ചു കിട്ടാത്ത എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ബാങ്കിലാണോ നമ്മൾ ഇടുന്നത്? ആണോ? അല്ല. ഇവിടെ സനാതനമായി ആരെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയാലും, ആരൊക്കെ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും ഒരിക്കലും നഷ്ടമില്ലാതെ ഈ ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥനായ, അനാദിയിലുണ്ടായ, എല്ലാവരുടെയും പിതാവായ, എല്ലാറ്റിനെയും നിലനിർത്താൻ ശക്തിയുള്ള ആ മഹാ ദിവ്യ ജ്യോതിസിന് വേണ്ടിയാണ് നമ്മൾ ഏത് രൂപത്തിൽ ചെയ്താലും, ആരെ വിളിച്ചാലും, ഏത് രൂപത്തിൽ, ശാക്തേയ രൂപത്തിലും വൈഷ്ണവ രൂപത്തിലും ശൈവ രൂപത്തിലും ഏതെല്ലാം രൂപത്തിൽ ഭഗവാനെ വിളിച്ചാലും അതെല്ലാം ഒന്നിലേക്കാണ് ചെല്ലുന്നത്. നാം ആരാധിക്കുന്ന മൂർത്തികൾ നമുക്ക് തന്നു എന്ന് നാം സന്തോഷിക്കുമ്പോൾ ഭഗവാനാണ് അവരിലൂടെ നമ്മെ അനുഗ്രഹിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും. അപ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്നും വിഫലമല്ല. അത് ഒരിക്കലും നശിക്കാത്ത സനാതനമായ ഒരു ദിവ്യമായ ഒരു അക്കൗണ്ടിലാണ് നമ്മളുടെ കർമ്മങ്ങളെല്ലാം ചെന്ന് വീഴുന്നത്. അതിൻ്റെ ഫലം അത് നമ്മൾ വീണ്ടും അതേ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആ സത്കർമ്മങ്ങളാണ് കുന്നുകൂടുന്നത്. അതിനുപരിയായി നാം നമ്മുടെ ഭൗതിക വശവും കൂടി ഒന്ന് ആലോചിക്കൂ. നാം ഓരോന്നും കുന്നുകൂടാൻ വേണ്ടി നമ്മൾ ഓരോന്നിൻ്റെയും പിന്നാലെ പായുന്നു. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, നമ്മുടെ ആയുസ് നഷ്ടപ്പെടുന്നു. ഇന്നലെയുണ്ടായ ആയുസ്സാണോ ഇന്ന് നമ്മൾ പുതിയ വ്യക്തിയാണ്. ജീവിതത്തിൽ നിന്നും ഒരു ദിവസം എന്ന് വെച്ചാൽ ആയുസ്സിൽ നിന്ന് കുറെ മണിക്കൂറുകളാണ് നഷ്ടപ്പെട്ടത്. നമ്മൾ ഒരു വർഷം വരുമ്പോഴാണ് നമുക്കൊരു വയസ്സ് കൂടി എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഒരു വർഷമാകണമെങ്കിൽ
പല മാസങ്ങൾ വരണം, മാസങ്ങൾ വരണമെങ്കിൽ പല ആഴ്ചകൾ വരണം, പല ആഴ്ചകൾ വരണമെങ്കിൽ പല ദിവസങ്ങൾ വരണം, പല ദിവസങ്ങൾ വരണമെങ്കിൽ പല മണിക്കൂറുകൾ കടന്നു പോകണം, പല മണിക്കൂറുകൾ കടന്നു പോകണമെങ്കിൽ പല മിനിറ്റുകൾ കടന്നു പോകണം, സെക്കൻഡുകൾ കൂടണം. അപ്പോൾ അങ്ങനെ ആ ചെറിയ രൂപത്തിൽ നിന്നും വലിയ രൂപത്തിലേക്ക് സമയത്തിന്റെ ഗതി മാറുമ്പോൾ ഒരു ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ ആയുസ്സിലെ ഒരു 24 മണിക്കൂറാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ 24 മണിക്കൂർ നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നതിൽ നിന്ന് 1 മണിക്കൂർ നേരം, അല്ലെങ്കിൽ വേണ്ട അരമണിക്കൂർ നേരം ശാരീരികമായ കർമ്മങ്ങൾ, ഭൗതികമായ കർമ്മങ്ങൾക്ക് ബാക്കിയുള്ള സമയം നീക്കി വയ്ക്കുമ്പോൾ ആ ശാരീരികമായ അതല്ല ഭൗതിക കർമ്മങ്ങൾക്ക് വേണ്ടി നാം നീക്കി വെക്കുന്ന സമയത്തിൽ നമുക്ക് എന്ത് ലാഭം കിട്ടി എന്ന് നിങ്ങൾ ചിന്തിക്കുക. ലാഭമാണോ നഷ്ടമാണോ എന്ന്. എന്നാൽ ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു ദിവസം അരമണിക്കൂറേ ചെയ്തുള്ളൂ. ഓക്കെ, ആ അരമണിക്കൂർ അടുത്ത ദിവസവും അല്ലെങ്കിൽ 3/4 മണിക്കൂർ, 1 മണിക്കൂർ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ നന്മയുടെ ആ വലിയ വലിയ ഡെപ്പോസിറ്റുകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിയിൽ ഓരോ ദിവസവും നാം ചിലവഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഓരോ നമ്മുടെ ആയുസിന്റെ ക്ഷയവും, ആരോഗ്യത്തിന്റെ ക്ഷയവും, സന്തോഷത്തിന്റെ ക്ഷയവും, നമ്മുടെ ആ നിത്യമായിട്ടുള്ള ജീവിതത്തിന്റെ ക്ഷയവുമാണ് സംഭവിക്കുന്നത്. എങ്കിൽ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി നാം ചിലവിടുന്ന സമയങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ അത് നമ്മുടെ ഉയർച്ചയുടെ ഇതാണ്. ഒരു ത്രാസിനതിൽ ഭാരം വെക്കുമ്പോൾ ഒരു ത്രാസ് ഭാരം വെക്കുന്നതനുസരിച്ച് താഴുന്നു, മറ്റേ ത്രാസ് ഭാരം വെക്കുന്നതനുസരിച്ച് പൊങ്ങുന്നു. ആ താഴ്ചയും പൊങ്ങലും, ആ താഴുന്ന ത്രാസാണ് ഭഗവാനിലേക്കുള്ള ഡെപ്പോസിറ്റുകൾ. അത് കുന്നുകൂടുകയാണ് ചെയ്യുന്നത്. ഭൗതികമായിട്ടുള്ളതോ നമ്മളെ ഒന്നുമല്ലാതെയാക്കി, നമ്മളിൽ നിന്ന് നമുക്ക് എന്താണോ ഉണ്ടായിരുന്നത് അതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതം. പക്ഷേ ആ നഷ്ടപ്പെടുന്നത് നമ്മുടെ അന്നത്തെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ എന്ന് കരുതുന്നവർക്ക് അതൊരു സന്തോഷം തന്നെയാണ്. എങ്കിലും ആ സന്തോഷം, നമുക്ക് ഇവിടുത്തെ സന്തോഷം നേടുന്നതനുസരിച്ച് നമ്മുടെ മറ്റേ ത്രാസും പൊങ്ങണ്ടേ, അതിലും വേണ്ടേ എന്തെങ്കിലുമൊക്കെ നിറയ്ക്കുവാൻ. അത് നിറയ്ക്കുന്നവർക്കാണ് പിന്നീട് വരുന്ന ജീവിതത്തിന്റെ ആ പുതിയ ഘട്ടങ്ങളിൽ, അല്ലെ നമ്മുടെ തലമുറകളിലേക്ക് ആ സദ്ഗതികളുടെ ഒരു അദൃശ്യമായ തരംഗം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ട് ആ തലമുറകൾ പോലും സമ്പന്നമായി, ഐശ്വര്യമായി, ആയുസ്സോടുകൂടി വളരെ ദീപ്തമായ ജീവിതത്തിനുടമകളായി മാറുന്നത്. സത്കർമ്മം ചെയ്യുന്ന ഏതോ ഒരു വ്യക്തിയുടെയും പരമ്പരകൾ ഒരിക്കലും മോശമായി പോവുകയോ അല്ലെങ്കിൽ മാർഗികളായി പോവുകയോ അല്പായുസുകളായി പോവുകയോ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുകയോ ഒന്നും ചെയ്യില്ല. നാം അവനവന്റെ കർമ്മഫലമായിട്ട് നേടിയെടുക്കുന്ന കർമ്മഫലത്തിനൊപ്പം പിതാമഹന്മാരായി ചെയ്യുന്ന നന്മയുടെ ആ ശുദ്ധമായ തരംഗങ്ങളും അവരുടെ ജീവിതത്തെ വളരെ സമ്പൽ സമൃദ്ധമാക്കും, ഐശ്വര്യപൂർണമാക്കും. അപ്പോൾ ഓരോ വ്യക്തിയും ഭഗവാന് വേണ്ടി എന്ത് സേവനം നടത്തിയോ അതൊന്നും അതിന്റെ ഫലം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കണ്ട. ആ വിഷമം ഒരിക്കലും അതിനെക്കുറിച്ച് ഓർത്ത് ഒന്നും വേവലാതിപ്പെടണ്ട. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എന്ത് കർമ്മം ചെയ്താലും അതിന്റെ ഫലം ഓർത്ത് നീ വിഷമിക്കണ്ട. കാരണം കർമ്മത്തിന്റെ ഫലം തരുന്നത് ഞാനാണ്. നമ്മൾ ഈ ജോലി ചെയ്താൽ ഇന്ന ഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഭൗതിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന് വേണ്ടി നാം ആചരിക്കുന്ന ഏതെങ്കിലും കർമ്മങ്ങൾ ആചരിച്ചാൽ അതിന്റെ ഫലം എനിക്ക് ഇന്നത് കിട്ടണമെന്ന് നമ്മൾ പറയുന്നത്, നമ്മളൊരു വ്രതം എടുത്തിട്ട് ഭഗവാനെ ഇന്ന കാര്യം സാധിച്ചു തരൂ എന്ന് പറയുന്നത് എത്രയോ അതിലും കൂടുതലായിരിക്കും ഭഗവാൻ നമുക്ക് ചെയ്യുന്നത്. നമ്മെ ഈ കർമ്മകാണ്ഡത്തിലേക്ക്, ഭൂമിയിലേക്ക് ഈ ഒരു രൂപത്തിൽ നാമത്തിൽ കൊണ്ട് ജനിപ്പിച്ചപ്പോൾ ഇവിടുത്തെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ നാം മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ സൂക്ഷിക്കുമ്പോൾ ആ ഭഗവാൻ നമുക്ക് വലിയ വിലയാണ് അതിന് തരുന്നത്. അല്ലാതെ തന്നെ ജീവിത പ്രശ്നങ്ങൾ ധാരാളം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോഴും എന്നെ മടികൂടാതെ മറക്കാതെ ഓർക്കുന്ന ഏതൊരുവനുണ്ടോ അവനാണ് എൻ്റെ പ്രിയ പുത്രൻ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്.
ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് എന്നിലിരിക്കുന്ന ജീവചൈതന്യം എന്നിൽ നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ ഞാൻ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അത് എന്നിൽ നിന്ന് പടിയിറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കർമ്മം ചെയ്യാൻ കഴിയും? ഞാൻ വെറും ഒരു ജഡവസ്തു. അതുകൊണ്ട് ഭഗവാനാണ് എന്നിൽ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച് ഇവിടെ നിലനിർത്തുന്ന ഏക വസ്തു എന്ന തിരിച്ചറിവോടുകൂടി നാം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. ആ ഒരു ബോധത്തോടുകൂടി എല്ലായ്പ്പോഴും ജീവിക്കുവാൻ പ്രിയപ്പെട്ട എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം സദാ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ലയിപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.